ജിറോഡൻ ഡെ ബോർഡോ 6 ലീഗ് ടൈറ്റിൽസും 4 കുപ്പ് ഡെ ഫ്രാൻസ് അടക്കം 17 ഡൊമസ്റ്റിക് ഫ്രഞ്ച് ട്രോഫികൾ അടിച്ച ടീം. ബയൺ മ്യൂണിക്കും യുവന്റസും മക്കാബി ഹൈഫയും അടങ്ങുന്ന ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പിൽ യുവന്റസിനെ മക്കാബി ഹൈഫയിലും തോൽപ്പിച്ച് ബയൺ മ്യൂണിക്കിനെ 2 ലെഗിലും തോൽപ്പിച്ചുകൊണ്ട് ഒറ്റ മത്സരവും നോക്കാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ടീം. എക്കാലത്തെയും ഫ്രഞ്ച് ഇതിഹാസങ്ങളായ ജോൺ ടിഗനെയും അലൻ ഗിരസിയും സിനദിൻ സിദാനും അണിഞ്ഞ ജേഴ്സി. അതിൽ തന്നെ അലൻ ഗിരസിയെ പോലുള്ള ഇതിഹാസത്തെ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ച അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ തന്നെ മറ്റ് ഫെമിലിയർ നെയിംസ് ആയിട്ടുള്ള ചമാക് ലിസറാസു, ജൂസ് കുണ്ടെ, ഷുവാമനിയൊക്കെ കളിച്ചു നടന്ന അക്കാഡമി. അതുപോലെ തന്നെ സാമുവൽ കാലു, യാസിൻ അഡ്ലി, മാർക്കം പോലുള്ള താരങ്ങൾ തിളങ്ങിയ ക്ലബ്ബ്. ഒളിമ്പിക് മാർച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ലീഗിൽ ഏറ്റവും കൂടുതൽ മാച്ചസും പോയിന്റ്സും ഗ്രാബ് ചെയ്തിട്ടുള്ള ടീം. അങ്ങനെ ഫ്രഞ്ച് ഫുട്ബോളിൽ തന്നെ വൺ ഓഫ് ദി ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ടീം, നോ ലോങ്ങർ എ പ്രൊഫഷണൽ ക്ലബ്ബ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിലഗേഷൻ ഫേസ് ചെയ്യുന്ന ഈ ഒരു ടീം അവരുടെ ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് തൊട്ട് യൂത്ത് റാങ്ക് വരെയുള്ള പ്ലേയേഴ്സിനെ കോൺട്രാക്ട് ടെർമിനേറ്റ് ആവുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ യൂത്ത് അക്കാഡമിയും യൂത്ത് സെന്ററും ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. എങ്ങനെയാണ് ഫ്രഞ്ച് ഫുട്ബോളിൽ തന്നെ ജൈജാനിക് ആയിട്ടുള്ള ഒരു ക്ലബ്ബ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അവരുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് നഷ്ടമായത്? ഇതെല്ലാമാണ് ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സൗത്ത് വെസ്റ്റ് ഫ്രാൻസിലെ കാസിൽസും കത്തഡ്രൽസും വൈൻയാർഡ്സും ഒക്കെ അടങ്ങുന്ന വൈൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന പോർട്ട് സിറ്റിയായ ബോർഡോയിലേക്ക് ഒരു യാത്ര. ബോർഡോയുടെ പീക്ക് ടൈം എന്ന് പറയുന്നത് 80s പീരീഡാണ്. അതുപോലെ തന്നെ 2000-ന്റെ അവസാനവും അവരുടെ പീക്ക് പീരീഡായിരുന്നു. 6 ലീഗ് ടൈറ്റിൽസ് ആണ് ഇവർ സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ചെൽസിയും വലൻസിയയും ഒക്കെ 6 ലീഗ് ടൈറ്റിൽസ് മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നെപ്പോളിയും റോമയൊക്കെ അടിച്ചേക്കാട്ടും ഇരട്ടി ലീഗ് ടൈറ്റിൽസ് ബോർഡോ ഫ്രാൻസിൽ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ മെയിൻ റൈവൽസ് ടുളു FC ആണ്. ടുളു FCയും ബോർഡോയുമാണ് അവരുടെ സിറ്റിയിലെ 2 പ്രധാനപ്പെട്ട ടീമുകൾ. അതുപോലെ തന്നെ നെയ്ബേഴ്സ് ആയിട്ടുള്ള നാൻഡസ് ആയിട്ട് അവർ റൈവൽറി ഉണ്ട്. കോമ്പറ്റീറ്റീവേഴ്സ് മാർസിയായിട്ടും അവർ റൈവൽറി കീപ്പ് ചെയ്യുന്നുണ്ട്. 80 കാലഘട്ടത്തിൽ 3 ലീഗ് ടൈറ്റിൽസ് ആണ് ഇവർ നേടിയത്. അതുപോലെ തന്നെ ഫ്രഞ്ച് ജയൻസ് ആയിട്ടുള്ള മാർസെ 2 തവണ കുപ്പ് ഡെ ഫ്രാൻസ് തോൽപ്പിച്ചുകൊണ്ട് അവർ കിരീടം നേടിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് എല്ലാം തന്നെ ഫ്രാൻസ് നാഷണൽ ടീമിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തേറി ടൊസു, ജോൺ ടിഗാന, പാട്രിക് പാറ്റിസ്റ്റൺ, റോണി ജെറാർഡ്, അലൻ ഗിരസി ഇവരെല്ലാം നയിച്ചിരുന്നത് എയ്മേ ഷാക്കറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഇതിഹാസ മാനേജറാണ്. 1998 വേൾഡ് കപ്പ് ഫ്രാൻസിന് വേണ്ടി നേടിക്കൊടുത്ത ഒരു മാനേജർ കൂടിയാണ്. 1984-85 സീസണിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ വരെ ഇവരെത്തിയിരുന്നു. അന്ന് ചാമ്പ്യന്മാരായിട്ടുള്ള യുവന്റസിനോടാണ് അവർ തോറ്റത്. 3-2 എന്നുള്ള അഗ്രിഗേറ്റിലാണ് അവർ തോറ്റത്. പിന്നീട് 90s തുടക്കം അവർ ലീഗ് 2ലേക്ക് റെലഗേറ്റ് ആയിരുന്നു. പിന്നീട് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് 1999 അവരുടെ 5ാമത്തെ ലീഗ് 1 കിരീടം കൂടി നേടുന്നതാണ് കണ്ടത്. 99 അവരുടെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ആയിരുന്നു ഓൾട്രിക് റാമെ, സിൽവ്യൻ വിൽറ്റോഡ്, യോഹാൻ മിക്കൂഡ്. വിൽറ്റോഡ് ആർസണലിലേക്കും മിക്കൂഡ് പാർമയിലേക്കും പോയിരുന്നു. ഇത് അവരുടെ ഒരു കഷ്ടമായിട്ടുള്ള രീതിയാണ്, അതായത് പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അവർ പിന്നെ വീണ്ടും തളരാതെ അക്കാഡമിയിൽ നിന്നും പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വീണ്ടും റൈസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഫ്രാൻസിൽ ലിയോണിന്റെ ഒരു ഡോമിനേഷനാണ് നമ്മൾ കണ്ടത്. 7 തവണ അവർ അടുപ്പിച്ച് ലീഗ് 1 കിരീടം നേടിയിരുന്നു. ഇതിൽ തന്നെ 7ാമത് അവർ ലീഗ് 1 അടിച്ചപ്പോൾ ബോർഡോയ്ക്ക് 4 പോയിന്റ്സിന്റെ ഗ്യാപ്പിലാണ് ലീഗ് നഷ്ടമായത്. തൊട്ടടുത്ത സീസൺ അവർ ആ ഒരു ലിയോണിന്റെ ഡോമിനേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ 7ാമത്തെ ലീഗ് 1 അടിക്കുന്നതാണ് കണ്ടത്. അന്ന് കമ്പാരിറ്റീവ്ലി ബോർഡോയെക്കാട്ടും ബഡ്ജറ്റ് മാർസേയ്ക്കും ലിയോണൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അക്കാഡമി പ്ലേയേഴ്സ് ആയിട്ടുള്ള പിയറി ഡക്കൂസി, മത്യു ചെൽമി, ഹെൻറി സാവറ്റ്, മാർക്ക് പ്ലാനൂസ് പോലത്തുള്ള പ്ലേയേഴ്സിനെ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ നമ്പർ 10 ആയിട്ടുള്ള യോഹാൻ കുർക്കോഫ്, പ്ലേയിങ് സ്റ്റൈൽ കൊണ്ടും ടാലന്റ് കൊണ്ടൊക്കെ സിദാനെ പോലെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു യോഹാൻ കുർക്കോഫ്. ആ ഒരു ഹോൾ സീസണിൽ യൂറോപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു യോഹാൻ കുർക്കോഫ്. ശരിക്കും ആ ഒരു സീസണിൽ അവരൊരു ഡൊമസ്റ്റിക് ട്രബിൾ വേണമെങ്കിൽ അടിച്ചു എന്ന് പറയാം. ട്രോഫി ഡേ ചാമ്പ്യൻ അവരെ ലിയോണെ തോൽപ്പിച്ചുകൊണ്ട് അടിച്ചിരുന്നു. കുപ്പ് ദെ ലാ ലീഗ് അവർ നേടിയിരുന്നു. തൊട്ടടുത്ത സീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയൺ മ്യൂണിക്ക് യുവന്റസ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ മറ്റൊരു ഫ്രഞ്ച് ടീമായ ലിയോണിനോട് അവർ തോറ്റ് പുറത്താവുന്നതാണ് കണ്ടത്. പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്ന യോഹാൻ കുർക്കോഫ് ലിയോണിലേക്ക് തന്നെ 2010 ട്രാൻസ്ഫർ ആയി പോകുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ അവരുടെ മാനേജറായിരുന്ന ലോറൻ ബ്ലാങ്ക് 2010 വേൾഡ് കപ്പിന് വേണ്ടി ഫ്രാൻസ് ടീമിന്റെ മാനേജർ ജോബ് ഏറ്റെടുത്തിരുന്നു. അതോടുകൂടി ബോർഡോയുടെ ആ ഒരു പീക്ക് പീരീഡും അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം PSG ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റെടുക്കുന്നു. അതോടുകൂടി അവർ അവിടുത്തെ ഒരു ഡോമിനന്റ് ടീമായിട്ട് മാറുന്നു. ലിയോണും ബോർഡോയൊക്കെ അടിയിൽ പോകുന്നതാണ് കണ്ടത്. പക്ഷെ എന്നാൽ പോലും ബോർഡോ 2018-19 സീസൺ വരെയൊക്കെ കോൺസിക്യൂട്ടീവായിട്ട് ടോപ്പ് 6ൽ ഫിനിഷ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവർ 2018-19 സീസണിൽ യൂറോപ്പ ലീഗും ക്വാളിഫൈ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു സീസൺ വരെയും യൂറോപ്പിലും ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ബോർഡോയ്ക്ക് പിന്നീട് എങ്ങനെയാണ് ഇന്ന് പ്രൊഫഷണൽ സ്റ്റാറ്റസ് വരെ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുന്നത്? 2018 ബോർഡോയുടെ ഡൗൺഫോൾ ശരിക്കും ആരംഭിക്കുന്നത്. പല ചരിത്രമുറങ്ങുന്ന ടീമുകളുടെയും പ്രധാനപ്പെട്ട വില്ലന്മാരായിട്ടുള്ള, അതായത് ഫുട്ബോളിനെ പറ്റി ബേസിക് നോളജ് പോലും ഇല്ലാത്ത ക്ലബ്ബുകളെ ക്യാഷ് കൗ ആയിട്ട് മാത്രം കാണുന്ന വലിയ വലിയ ബിസിനസ് ഫേമുകളുടെ ഓണേഴ്സാണ് നമ്മുടെ ബോർഡോയുടെയും വില്ലന്മാർ.
സോ ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇതുപോലത്തെ പല ബിസിനസ് ഫേമുകളുടെയും ഓണേഴ്സിൻ്റെയൊക്കെ അടുത്തേക്കാണ്. അപ്പോൾ പല ഫെമിലിയർ അല്ലാത്ത പേരുകളും ഉണ്ട്. പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. 2018 വരെ ബോർഡോനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്രൂപ്പ് M6 എന്ന് പറയുന്ന മെട്രോപോൾ ടെലിവിഷൻ കമ്പനിയാണ്. അവർ നല്ല രീതിയിൽ അക്കാഡമിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പ്ലേയേഴ്സിനെയൊക്കെ നല്ല തുകയ്ക്ക് സെല്ല് ചെയ്ത് അതിൽ റീഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി പോയിക്കൊണ്ടിരുന്ന ഒരു മാനേജ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ വളർച്ച കൊണ്ടും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വളർച്ച കൊണ്ടുമൊക്കെ തന്നെ അവരുടെ ബിസിനസ് സ്ട്രീം ലൈൻ ആക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോർഡോനെ വിറ്റുകൊണ്ട് അവരുടെ കോർ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. 2018 ഈ ഒരു സമയത്താണ് സ്പാനിഷ് ബേസ്ഡ് ആയിട്ടുള്ള ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് കമ്പനിയായ മീഡിയ പ്രോ LFPA, അതായത് ഫ്രഞ്ച് ഫുട്ബോളിലെ ഗവർണിംഗ് ബോഡീനെ അപ്രോച്ച് ചെയ്യുന്നു. അവരൊരു ഡീലിലേക്ക് ഒരുങ്ങുകയാണ്. 2020 മുതൽ 2024 വരെ പെർ സീസൺ 780 മില്യൺ വെച്ച് കിട്ടുന്ന ഒരു ഡീലിനായിട്ടാണ് അവർ ഒരുങ്ങുന്നത്. അതിൽ 80% ലീഗ് 1 ലീഗ് 2 റൈറ്റ്സ് മീഡിയ പ്രോയ്ക്ക് ലഭിക്കുന്നു, ബാക്കി 20% കനാൽ പ്ലസ്. അങ്ങനെ ടോട്ടൽ 1 ബില്യൺ വരുന്ന ഒരു ഡീലിനായിട്ടാണ് ഇവർ ഒരുങ്ങുന്നത്. അത് ടോപ്പ് 5 ലീഗുകളിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് ലുക്രേറ്റീവ് ബ്രോഡ്കാസ്റ്റ് ഡീലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി ഒരുപാട് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഫ്രഞ്ച് ഫുട്ബോൾ ക്ലബ്ബുകളെ മേടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഒരു വലിയ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് പല ഇൻവെസ്റ്റേഴ്സും മുമ്പിലേക്ക് വരുന്നതാണ് കണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്താണ് ഗ്രൂപ്പ് M6 ബോർഡോനെ വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ നവംബർ 2018 GACP എന്ന് പറയുന്ന മിയാമി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അമേരിക്കയുടെ പുറത്ത് അത്രയും പരിചിതമല്ലാത്തൊരു കമ്പനിയാണ്, അവരും കിങ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയോടും ചേർന്ന് 82 മില്യൺ കൊടുത്തുകൊണ്ട് ബോർഡോനെ മേടിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ അതിൽ തന്നെ 14% ഷെയറാണ് GACPക്ക് ഉള്ളതെങ്കിൽ 86% ഷെയറും കിങ് സ്ട്രീറ്റിനാണ് ഉള്ളത്. അങ്ങനെ GACPയുടെയും കിങ് സ്ട്രീറ്റിൻ്റെയും ഫസ്റ്റ് സീസണായ 2018-19 സീസണിൽ അവരുടെ പ്രധാനപ്പെട്ട അസറ്റുകൾ വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ജൂൾസ് കുണ്ടയെ സെവിയിലേക്ക് 25 മില്യൺ കൊടുത്ത് വിൽക്കുന്നു. അതുപോലെ തന്നെ ഷ്വാമിനിനെ 19 മില്യൺ കൊടുത്തുകൊണ്ട് മൊണാക്കോയിലേക്ക് വിൽക്കുന്നു. അങ്ങനെ കഴിഞ്ഞ സീസണിൽ യൂറോപ്പ ക്വാളിഫിക്കേഷൻ നേടിയ ബോർഡോ തൊട്ടടുത്ത സീസണിൽ 14ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതാണ് കണ്ടത്. അതോടുകൂടി അവർക്ക് 26 മില്യൺ ഒരു നഷ്ടം സീസണിന്റെ അവസാനം ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ രണ്ട് ബിസിനസ് ഫേമുകളുടെയും ബോർഡോനെ മേടിക്കുന്ന ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14% ഷെയർ മാത്രമായിരുന്നു GACPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ GACPയുടെ തന്നെ CEO ആയിട്ടുള്ള ജോസഫ് ഡെഗ്രോസ വീറ്റോ പവർ ഏറ്റെടുത്തുകൊണ്ട് ബോർഡോന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ് കണ്ടത്. പക്ഷേ സീസണിന്റെ അവസാനം ഈ രണ്ട് ഫേമുകൾ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയും കിങ് സ്ട്രീറ്റ് GACPയുടെ 14% ഷെയർ കൂടി മേടിച്ചെടുത്ത് ബോർഡോനെ ഫുള്ളായിട്ട് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിക്കും. 2019-20 സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോർഡോനെ സിംഗിൾ ഹാൻഡ്ലി ഓൺ ചെയ്തുകൊണ്ടിരുന്നത് കിങ് സ്ട്രീറ്റ് മാത്രമായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിലാണ് നമുക്കറിയാം കോവിഡ് പാൻഡമിക് സ്റ്റാർട്ട് ചെയ്യുന്നു. വേൾഡിനെ മാത്രമല്ല ഫുട്ബോൾ ലോകത്തെ മുഴുവൻ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഫ്രാൻസിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നു. കാരണം ബാക്കി എല്ലാ ലീഗുകളും ക്ലോസ് ഡോറിലും കളിച്ചുകൊണ്ടിരുന്നെങ്കിലും ഫ്രാൻസ് ആ ലീഗ് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യുന്നതാണ് കണ്ടത്. അത് ബോർഡോനെ സീസണിന്റെ അവസാനം 35 മില്യണിന്റെ ഒരു നഷ്ടത്തിൽ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ കമ്പൈൻ ടു 3 സീസൺ അവർക്ക് 82 മില്യണിന്റെ മുകളിൽ നഷ്ടം വരുന്നതാണ് കണ്ടത്. ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് ബോർഡോനെ GACPയും കിങ് സ്ട്രീറ്റ് കൂടിയും എത്ര തുകയ്ക്കാണോ മേടിക്കാൻ തീരുമാനിച്ചത്, അതായത് 82 മില്യൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മില്യന്റെ അടുത്തുള്ളൊരു നഷ്ടം തന്നെ അവർക്ക് 3 സീസണിനുള്ളിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ അമേരിക്കൻ ഓണേഴ്സും മറ്റു ഓണേഴ്സും എല്ലാം തന്നെ ഫ്രഞ്ച് ക്ലബ്ബുകളെ മേടിക്കാൻ തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വലിയ ബ്രോഡ്കാസ്റ്റിംഗ് ഡീല് മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം അവർ ചെയ്തത്. പക്ഷേ കോവിഡ് പ്രശ്നങ്ങൾ മീഡിയ പ്രോവിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നു. അവർക്ക് LFPക്ക് ആകെ ഒരു ഇൻസ്റ്റാൾമെന്റ് മാത്രമാണ് പറഞ്ഞ ഡീലിൽ അടയ്ക്കാൻ കഴിഞ്ഞത്. 2 പേയ്മെന്റ് മിസ്സാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വലിയ സെക്കൻഡ് മോസ്റ്റ് ലുക്രേറ്റീവ് ബ്രോഡ്കാസ്റ്റ് ഡീൽ ടെർമിനേറ്റ് ആവുന്നതാണ് കണ്ടത്. ഇതിന്റെ പിറ്റേ ദിവസം തന്നെ PSG ഒഴികെയുള്ള ബാക്കി ലീഗ് 1 ലീഗ് 2 ക്ലബ്ബുകളുടെ ഓണേഴ്സ് എല്ലാം തന്നെ അവരുടെ ടീമിനെ വിൽക്കാൻ വെച്ചു എന്നുള്ള വലിയ ന്യൂസാണ് ഫ്രഞ്ച് ഫുട്ബോളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മീഡിയ പ്രോയുടെ ഡീൽ അങ്ങനെ കൊളാപ്സ് ആയതോടുകൂടി LFBയും ആമസോണും ചേർന്ന് പുതിയൊരു ഡീല് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. 2020 മുതൽ 2024 വരെ ആമസോണാണ് ലീഗ് 1ന്റെയും ലീഗ് 2ന്റെയും റൈറ്റ് ഏറ്റെടുത്തത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSG ഒഴികെയുള്ള ബാക്കി എല്ലാ ഫ്രഞ്ച് ക്ലബ്ബുകളുടെയും ഫിനാൻസിൽ 400 മില്യന്റെ ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ കോവിഡിന് ശേഷം ഞാൻ പറഞ്ഞ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പല ടീമുകളും വലിയ ക്രൈസിസിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ബോർഡോ മാത്രമല്ല, മാഴ്സേയ്, ലിയോൺ, സെനേറ്റിയം പോലുള്ള വലിയ ചരിത്രം പറയാനുള്ള ഫ്രഞ്ച് ക്ലബ്ബുകളെല്ലാം തന്നെ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് ഈ ഒരു ടൈം ലാപ്സിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആമസോണിന്റെ ആ ഒരു ഡീല് കഴിഞ്ഞ സീസണോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന സീസൺ മുതൽ 2029 വരെ ഫ്രഞ്ച് ലീഗ് 1ന്റെയും ലീഗ് 2ന്റെയും റൈറ്റ് വെച്ചെടുത്തിരിക്കുന്ന ഡസനാണ് 500 മില്യൺ പെർ സീസൺ എന്നുള്ളൊരു ബ്രോഡ്കാസ്റ്റ് ഡീലിനാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, മീഡിയ പ്രോ പറഞ്ഞതിൻ്റെ അത്രയും പൈസയൊന്നുമില്ല. അത് മാത്രമല്ല, ടോപ്പ് 5 ലീഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗ് ഡീലും കൂടിയാണ് അത്. ഇപ്പം എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ പറഞ്ഞ ക്ലബ്ബുകളുടെ എല്ലാം തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഈ വരാൻ പോകുന്ന ടൈം ലാപ്സിൽ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടു തന്നെ. അങ്ങനെ 2020-21 സീസൺ തുടങ്ങുകയാണ്. ഈ ഒരു സീസണും ക്ലോസ് ഡോറിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഡെറ്റ് കുറയ്ക്കാനായിട്ട് ബോർഡോ അവരുടെ വാല്യുബിൾ പ്ലേയേഴ്സിനെല്ലാം വിൽക്കാൻ തീരുമാനിക്കുകയാണ്. ആകെ 2 ഫ്രീ ഏജന്റുമാരെ മാത്രമാണ് കൊണ്ടുവന്നത്, ജീൻ മൈക്കൽ സെരിയും ബെൻ ആർഫയും. ഇതിനെല്ലാം പുറമെ കിങ് സ്ട്രീറ്റ് ബോർഡോന്റെ ലോഗോ മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ്.
നമുക്കറിയാം പഴയ ലോഗോ എടുത്ത് നോക്കുകയാണെങ്കിൽ ജെറോഡിൻസിന്റെ ബോർഡോ എന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു വി ഷേപ്പിലുള്ള ഐക്കോണിക് സിംബലും ഉണ്ടാവും. പുതിയൊരു ലോഗോ എടുത്ത് നോക്കുകയാണെങ്കിൽ ബോർഡോ എന്ന് പറയുന്ന ആദ്യം വന്നിട്ട് എടുത്ത് കളഞ്ഞിട്ട് ജെറോഡിൻസ് എന്നുള്ള വേർഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബോർഡോ ഫാൻസിനെല്ലാം തന്നെ ഫ്രസ്ട്രേഷൻ കൊണ്ടുവരുന്നു. അവർ ഓൾറെഡി നമുക്കറിയാം ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ പ്രശ്നങ്ങളോടെല്ലാം തന്നെ. വീണ്ടും അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു തീരുമാനം ഓണേഴ്സ് എടുക്കുന്നത്. അങ്ങനെ സീസൺ തുടങ്ങി വെറും 11 ദിവസത്തിന് ശേഷം അവരുടെ മാനേജറായിട്ടുള്ള പോളോ സോസ ബോർഡുമായുള്ള പ്രശ്നങ്ങൾ കാരണം ഇറങ്ങി പോകുന്നതാണ് കണ്ടത്. പോളോ സോസയെ റീപ്ലേസ് ചെയ്ത് ജോൺ ലൂയി ഗസേനെ വെച്ചാണ്. ജോൺ ലൂയി ഗസേ എന്ന് പറയുന്നത് ബോർഡോയ്ക്ക് വേണ്ടി അവസാനമായിട്ട് ലീഗ് കടി കൊടുത്ത ലോറൻ ബ്ലാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു. ഈ ഒരു കിങ് സ്ട്രീറ്റിന്റെ എൻ്റയർ ഓണർഷിപ്പ് പീരീഡിൽ അവരാകെ എടുത്തൊരു നല്ല തീരുമാനം എന്ന് പറയുന്നത് ഈ ഒരു മാനേജർ അപ്പോയിൻമെന്റ് ആയിരുന്നു. ഇത്രയും കാവോസിന്റെ ഇടയിലും വെറും യൂത്ത് ടീം വെച്ചുകൊണ്ടും ലെസ് റിസോഴ്സ് വെച്ചുകൊണ്ടൊക്കെ തന്നെ 12ാം സ്ഥാനത്ത് ജോൺ ലൂയി ഗസേക്ക് ടീമിനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു സീസണിന്റെ അവസാനം 50 മില്യൺ നഷ്ടം ബോർഡോയ്ക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ടോട്ടൽ 4 സീസൺ കൊണ്ട് 130 മില്യൺ നഷ്ടമാണ് ബോർഡോയ്ക്ക് ഉണ്ടാവുന്നത്. അതോടുകൂടി കിങ് സ്ട്രീറ്റ് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ ഫണ്ടിങ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ബോർഡോവിനെ അഡ്മിനിസ്ട്രേഷനിലേക്ക് തള്ളിവിടുകയാണ്. ഫ്രഞ്ച് ഫുട്ബോളിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ് DNGC. അവർ ബോർഡോനെ റെലഗേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തീരുമാനിക്കുകയാണ്. പക്ഷെ പിന്നീട് കോവിഡ് പ്രശ്നങ്ങൾ കൊണ്ടും മീഡിയ പ്രോന്റെ ഡീല് കൊളാപ്സ് ആയതിന്റെ കാരണങ്ങൾ കൊണ്ടും തന്നെ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിന് പകരം ഒരു ബ്രീഫ് വിൻഡോ കൊടുത്തുകൊണ്ട് പുതിയൊരു ഓണർഷിപ്പിനെ തപ്പാനായിട്ട് അനുവദിക്കുകയാണ്. പക്ഷേ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ ഇല്ലായ്മയും റെലഗേഷൻ ഫേസിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥ, കടം, കോവിഡ്, സ്വന്തമായിട്ടല്ലാത്തൊരു സ്റ്റേഡിയം, ഇതെല്ലാം റീസൺ കൊണ്ടും 2018 മുമ്പുള്ള ഒരു അട്രാക്റ്റീവ്നെസ് ബോർഡോയ്ക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് സ്റ്റേഡിയം ഇല്ലാതെ വലിയൊരു പ്രശ്നമാണ് ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഇറ്റലിയിൽ പല ക്ലബ്ബുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് തന്നെയുണ്ട്. ഈ ബോർഡോന്റെ സ്റ്റേഡിയം എന്ന് പറയുന്ന മാഡ്മോണ്ട് അറ്റ്ലാന്റിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡോ മുനിസിപ്പാലിറ്റി ഓൺ ചെയ്യുന്ന ഒരു സ്റ്റേഡിയമാണ്. അത് 2016 യൂറോയ്ക്ക് വേണ്ടി പണിത ഒരു സ്റ്റേഡിയമാണ്. ആ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കണമെങ്കിൽ ക്ലബ്ബ് ഓണേഴ്സ് മുനിസിപ്പാലിറ്റിക്ക് പേയ്മെന്റ് നൽകണം എന്നുള്ളത് അത് ഓണേഴ്സ് സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടക്കച്ചവടമാണ്. അങ്ങനെ ജൂൺ 2021 സ്പാനിഷ് ലക്സംബർഗ് ബിസിനസ്മാൻ ആയിട്ടുള്ള ജെറാർഡ് ലോപ്പസ് ബോർഡോനെ മേടിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ ഒരു ചങ്ങായി എന്ന് പറയുന്നതും തൊട്ടടുത്തെല്ലാം ആ ടീമുകൾ നശിപ്പിച്ചിട്ടുള്ളൊരു ചങ്ങായിയാണ്. ഫോർമുല 1 ടീമായിട്ടുള്ള ലോട്ടസിന് ഈ ഒരു ചങ്ങായി ഓൾമോസ്റ്റ് ബാങ്ക്രപ്റ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 2012 500 മില്യൺ കൊടുത്ത് ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ലോപ്പസ്. ഉള്ള പ്ലാൻ എന്ന് പറയുന്നത് ഫുട്ബോളിൽ തന്നെ ഏറ്റവും വലിയ പ്ലെയർ ഏജൻസി ആവുക എന്നുള്ളതാണ്. അതിനായിട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തിരുന്നത് പ്ലേയേഴ്സിന്റെ കമ്മീഷൻ മേടിക്കുക എന്നുള്ളത് മാത്രമല്ല, പ്ലേയേഴ്സിന്റെ റൈറ്റ് കൂടി സ്വന്തമാക്കിയെടുത്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ സ്ട്രാറ്റജി. പ്രധാനമായും ലക്ഷ്യം വെച്ചത് ബ്രസീലിയൻ പ്ലെയർ മാർക്കറ്റ് തന്നെയായിരുന്നു. പക്ഷേ 2015 ഫിഫ തേർഡ് പാർട്ടി ഓണർഷിപ്പ് ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഈ ഒരു ഏജൻസിയിൽ ലീഡറായിട്ട് ലോപ്പസ് ഏൽപ്പിച്ച ആൾ മരിക്കുന്ന ഒരു അവസ്ഥയും വന്നപ്പോൾ 2017 ലോപ്പസ് തന്നെ ഈ ഒരു ഏജൻസി പൂട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 2017 തന്നെ മറ്റൊരു ഫ്രഞ്ച് സൈഡായ ലില്ലിനെ മേടിക്കാനായിട്ട് ലോപ്പസ് തീരുമാനിക്കുകയാണ്. ഉള്ള 3 വർഷ കാലഘട്ടത്തിൽ ലില്ലി ലീഗ് ഓണൊക്കെ അടിച്ചിരുന്നു. അതുപോലെ തന്നെ 350 മില്യൺ പ്ലെയർ സെൽസിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ 2020 പുള്ളി ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയിൽ 150 മില്യൺ ആയിരുന്നു ലില്ലിന്റെ കടം. ഈ ലില്ലിനെ വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബെൽജിയം ഔട്ട്ഫിറ്റായ റോലെക്സ് മോസ്ക്രോണിനെ പുള്ളി മേടിച്ചിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് സീസണിൽ തന്നെ അവർ റെലഗേറ്റ് ആവുന്നു. തൊട്ടടുത്ത സീസണിൽ ബെൽജിയത്തിലെ 4ാം ഡിവിഷനിലേക്ക് അവർ റെലഗേറ്റ് ആവുന്നതാണ് കണ്ടത്. അങ്ങനെ അവരുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് പോകുന്നു. 10 മില്യൺ കടം കൊണ്ടും ബാങ്ക്രപ്റ്റഡ് ആവുന്നതാണ് കണ്ടത്. നിലവിൽ ഇങ്ങനത്തെ ക്ലബ്ബേ ഇപ്പം ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. ലോപ്പസ് പോർച്ചുഗൽ സൈഡായിട്ടുള്ള ബോവാവിസ്റ്റയും കൂടി ഓൺ ചെയ്യുന്നുണ്ട്. ബോവാവിസ്റ്റ എന്ന് പറയുന്നത് പോർച്ചുഗലിൽ ലീഗ് അടിച്ചിട്ടുള്ള 5 ടീമുകളിൽ ഒരു ടീമാണ്. കഴിഞ്ഞ സീസണിൽ അവർ ഫിനിഷ് ചെയ്തത് 15ാം സ്ഥാനത്താണ്. ഗോൾ ഡിഫറൻസിന്റെ ബലം കൊണ്ടാണ് അവർ റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. പക്ഷേ 30 പ്ലെയർ പേയ്മെന്റ്സ് അടയ്ക്കാത്തതുകൊണ്ട് തന്നെ അവർ ട്രാൻസ്ഫർ ബാൻ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ തൊട്ട ടീമുകളെല്ലാം തന്നെ കടത്തിലും ബാങ്ക്രപ്സിയിലും കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ള ചങ്ങായിയാണ് ബോർഡോനെ മേടിക്കാനായിട്ട് വെച്ചത്. അങ്ങനെ ലോപ്പസിന്റെ കീഴിൽ 2021-22 സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് ബോർഡോ. കഴിഞ്ഞ സീസണിൽ ഇത്രയും ക്യാബോസിന്റെ ഇടയിലും 12ാം സ്ഥാനത്ത് എത്തിച്ച് അവരുടെ മാനേജറായിട്ടുള്ള ജോൺ ലൂയി ഗസേനെ സാക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു ക്ലബിനെ പോലും പരിശീലിപ്പിക്കാത്ത മുൻ സ്വിസ് മാനേജറായിട്ടുള്ള വ്ളാഡിമിർ പെറ്റ്കോവിച്ചിനെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയാണ് ലോപ്പസ്. അതുമാത്രമല്ല അവരുടെ 2 പ്രധാനപ്പെട്ട പ്ലേയേഴ്സുള്ള യാസിൻ അഡ്ലിനെയും തോമാ ബാസിച്ചിനെയും വിൽക്കാനായിട്ട് ലോപ്പസ് തീരുമാനിക്കുകയാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവരൊരു ഫ്രീ ഏജന്റ് അല്ലാത്തൊരു സൈനിങ് നടത്തിയിരുന്നു. ബ്രസീലിയൻ പ്ലെയറായിട്ടുള്ള ഫ്രാൻസ് സെർജിയോനെ അവർ 8 മില്യൺ ടീമിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഫ്രാൻസ് സെർജിയോനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഡെബ്യൂ സീസണിലും ലീഗുകളിൽ തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് പ്ലെയർ ആയിട്ട് മാറുന്നതാണ് കണ്ടത്. പിന്നെ ഫെബ്രുവരി ആയപ്പോഴേക്കും പെറ്റ്കോവിച്ചിനെ സാക്ക് ചെയ്തുകൊണ്ട് മുൻ സ്റ്റാൻഡറ മാനേജറായിട്ടുള്ള ഡേവിഡ് ഗുയേനെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഡേവിഡ് ഗുയൻ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഏറ്റവും അവസാനം ലീഗിൽ ഫിനിഷ് ചെയ്യുന്നതാണ് കണ്ടത്.
അങ്ങനെ 30 വർഷത്തിന് ശേഷം ബോർഡോ ലീഗ് വണ്ണിൽ നിന്നും റെലഗേറ്റ് ആയി പോകുന്നതാണ്. അങ്ങനെ 2022-23 സീസണിൽ അവർക്ക് പെട്ടെന്ന് പ്രൊമോഷൻ നേടി വരാൻ സാധിച്ചിരുന്നില്ല. അവർ 3-ാം സ്ഥാനത്താണ് ലീഗ് 2-ൽ ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ സീസണായ 2023-24 സീസണിൽ അവർ 12-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷെ നമുക്കറിയാം എല്ലാ ലീഗുകളിലും അവരുടേതായിട്ടുള്ള മോണിറ്ററിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യാൻ. അവർ സീസൺ കഴിയുമ്പോൾ എല്ലാ ക്ലബുകളെയും മോണിറ്റർ ചെയ്യും. അതായത് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നവർ ചെക്ക് ചെയ്യും. കടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നവർ ഉറപ്പുവരുത്തും. പക്ഷെ ബോർഡോന്റെ കേസ് വന്നാൽ ബോർഡോയ്ക്ക് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് ഒന്നും തന്നെ DHCക്ക് മുമ്പിൽ വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗ്യാരണ്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത സീസണിലേക്ക് ലീഗ് 2-ൽ തന്നെ കളിക്കാൻ കഴിയില്ല. ഇവൻ ഒരു 12-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെങ്കിലും അവർക്ക് ലീഗ് 2-ൽ കളിക്കാൻ പറ്റില്ല. അവർ റെലഗേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് DNGC അറിയിച്ചു. ഇതുകൊണ്ടുകൂടി ശരിക്കും റെലഗേറ്റ് ആവേണ്ടിരുന്ന ടീമായിട്ടുള്ള ട്രോയ്, അതായത് ഇപ്പോൾ സിറ്റി ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന ട്രോയ് FC ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെലഗേറ്റ് ആവുന്നത്. പക്ഷേ ഈ ഒരു റീസൺ കൊണ്ട് ട്രോയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3rd ഡിവിഷനിലേക്ക് റെലഗേറ്റ് ആവാണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. റെലഗേഷൻ മാത്രമല്ല, അവർക്ക് അവരുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ പ്ലേയേഴ്സിന്റെ കോൺട്രാക്റ്റും എല്ലാം ടെർമിനേറ്റ് ആക്കണം. അതുപോലെ തന്നെ അക്കാഡമി എല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരു കേസാണ് ബോർഡോനെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലിവർപൂളിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള FSG ഇപ്പോൾ ബോർഡോനെ മേടിക്കാനായിട്ട് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നു. പക്ഷേ ആ ഒരു ഡീല് കൊളാപ്സ് ആവുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡോന്റെ മാക്ബുണ്ട് അറ്റ്ലാന്റിക് സ്റ്റേഡിയത്തിന്റെ കേസാണ്. അത് ബോർഡോ സിറ്റി ഓൺ ചെയ്യുന്ന ഒരു സ്റ്റേഡിയമാണ്. ഏതൊരു ഓണേഴ്സും ഈ ഒരു സംഭവം ഏറ്റെടുത്താലും ഓൾറെഡി കടമുള്ളൊരു ടീമാണ്, പ്രൊഫഷണൽ സ്റ്റാറ്റസ് അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഏതൊരു ടീമും ഓൺ ചെയ്താൽ പോലും അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ഒരു സ്റ്റേഡിയത്തിന്റെ പേയ്മെന്റ് നടക്കണം. സ്വന്തമായിട്ടുള്ള സ്റ്റേഡിയം അല്ല, നമുക്കറിയാം യൂറോ 2016 വേണ്ടി പണിത ഒരു സ്റ്റേഡിയമാണ്. അപ്പൊ ആ ഒരു പേയ്മെന്റ് കൂടി നടക്കണം. അപ്പൊ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു FSG ഡീല് കൊളാപ്സ് ആവുന്നതാണ് കണ്ടത്. FSG ഡീലൂടെ കൊളാപ്സ് ആയതോടുകൂടി ബോർഡോയുടെ ഇപ്പോഴത്തെ ഓണറായിട്ടുള്ള ലോപ്പസ് ബോർഡോന്റെ ആ ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് എടുത്തു കളയാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഇപ്പോൾ കൺഫേം ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ബോർഡോ 4th ഡിവിഷനിലേക്ക് റെലഗേറ്റ് ആയി എന്നുള്ളതാണ്. അതായത് ഈ വരാൻ പോകുന്ന സീസൺ മുതൽ അവർ 4ാം ഡിവിഷനിലായിരിക്കും കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 2nd ഡിവിഷനിൽ 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തൊരു ടീമാണ് ബോർഡോ. ഈ ഒരു സീസണിൽ ഒറ്റയടിക്ക് 4th ഡിവിഷനിലേക്ക് പോകുന്നു. അതും ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് വയ്ക്കാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ട്. ഈ ഒരു 4th ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫ്രാൻസിൽ അമച്ചർ ക്ലബ്ബുകളാണ് ഉള്ളത്. ഇപ്പോൾ അമച്ചർ ക്ലബ്ബുകളിലൊപ്പം ബോർഡോയ്ക്ക് കളിക്കേണ്ടി വരും. ഇപ്പോൾ നിലവിലും ബോർഡോന്റെ ഓണർ എന്ന് പറഞ്ഞാൽ ലോപ്പസ് തന്നെയാണ്. ബോർഡോന്റെ മേയറായിട്ടുള്ള പിയറി ഹെർമിറ്റ് പുതിയ ഓണറിനായിട്ട് തപ്പുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും അത് അത്ര എളുപ്പമുള്ള സംഭവമല്ല. ഇപ്പോൾ FSG ഡീൽ കൊളാപ്സ് ആയി. നമുക്കറിയാം സ്റ്റേഡിയത്തിന്റെ ഒരു പൈസ കൊടുക്കുന്ന ഒരു കേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 90 മില്യന്റെ കടമാണ് ബോർഡോയ്ക്കുള്ളത്. റിയാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമച്ചർ ക്ലബ്ബ് തന്നെയാണ് ബോർഡോ. അത് മാത്രമല്ല, ഇനി യൂത്ത് അക്കാഡമിയിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പ്ലേയേഴ്സിന്റെ കോൺട്രാക്ട് എല്ലാം ടെർമിനേറ്റ് ആയി. എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ബോർഡോനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര ഈസി ആയിരിക്കില്ല ഒരു പുതിയൊരു ഓണറിനെ തപ്പി പിടിച്ചെടുക്കുക എന്നുള്ളത്. ഞാൻ അവരുടെ ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ലാർജ് ഫാൻ ബേസ് മാത്രമാണ്. ഈ ഒരു ഫാൻസിൽ നിന്നും എന്തെങ്കിലും ടിക്കറ്റ് പ്രൈസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഗേറ്റ് റിസിപ്റ്റ്സ് മാത്രമായിരിക്കും ഇനി അവരുടെ പ്രധാന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലാത്ത തരത്തിൽ യാതൊരു പ്രോഫിറ്റുകളും അവർക്ക് ലഭിക്കുക, അല്ലെങ്കിൽ വല്ല സ്പോൺസർഷിപ്പ് പ്രോഫിറ്റുകൾ ലഭിച്ചാൽ മാത്രമായിരിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റുകൾ അവർക്ക് ലഭിക്കില്ല. എന്തായാലും അത് ഒന്നേന്ന് തുടങ്ങുമ്പോൾ ഇനി അവരുടെ ഒപ്പം ആകെയുള്ളത് അവരുടെ ഫാൻസും. അത് മാത്രമാണ് അവരുടെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കഴിഞ്ഞ സീസണിൽ അവർ 2nd ഡിവിഷനിൽ ആണ് കളിച്ചത്. എങ്കിൽ പോലും 21,000 കാണികളുടെ ആവറേജ് അവർക്ക് സീസൺ മൊത്തം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ലീഗ് 1 ഫസ്റ്റ് ഡിവിഷനിലെ 6 ടീമുകളെക്കാട്ടും മുകളിലാണ് അവർ ആവറേജ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ലാർജ് ഫാൻ ബേസ്, വളരെ ട്രഡീഷണലി ഹെവി ആയിട്ടുള്ളൊരു ക്ലബ്ബാണ് ബോർഡോ ഫ്രാൻസിൽ. അത്രയും ഫാൻ ബേസ് ഉള്ളൊരു ടീമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ എല്ലാത്തിലും ഒറ്റയ്ക്കാണ്. എല്ലാം അവർക്ക് എതിരെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒപ്പം അവരുടെ ഫാൻസ് മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ടീമുകളുടെയും അവസ്ഥ തന്നെയാണ്. ഒരുപാട് ചരിത്രം പറയാനുള്ള ടീമുകളും ഇപ്പോൾ ബാങ്ക്രപ്സിയും കടങ്ങളും ഫേസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് ഇതുപോലെ ക്ലബ്ബുകളെ ക്യാഷ് കൗ ആയിട്ട് കാണുന്ന ഇങ്ങനത്തെ ഓണേഴ്സ് തന്നെയാണ്. ഈ ഒരു ഓണേഴ്സൊക്കെ ഫുട്ബോളിനെ പറ്റി ഒരു ബേസിക് ഐഡിയ പോലും ഇല്ലാണ്ട് പെട്ടെന്നുള്ള റിട്ടേൺസ് പ്രതീക്ഷിച്ചൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബോർഡോന്റെ കേസ് എടുത്ത് നോക്കിയാലും ആ ഒരു ബ്രോഡ്കാസ്റ്റ് ഡീല് മുമ്പിൽ കണ്ടുകൊണ്ടാണ്, ആ ഒരു വലിയ പ്രോഫിറ്റ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും ബിഗ് ഫാൻ ബേസ് ആയിട്ടുള്ള ടീമിനെ അവർ മേടിക്കുന്നു. ലാസ്റ്റ് ആ ഒരു ടീമിനെ നശിപ്പിച്ച് കളഞ്ഞത്. എല്ലാം കഴിയുമ്പോഴും ഇവർക്ക് ഇവരുടെ ഫാൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക, ആരും തന്നെ ഉണ്ടാവുകയില്ല. ഈ ബിസിനസ്സുകാർക്കൊക്കെ എന്തായാലും വലിയ പൈസകൾ കിട്ടും. അവർ ക്ലബിനെ നശിപ്പിച്ചാൽ അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്രസ് എന്നുള്ളൊരു കമ്പനിയിൽ നിന്നും ലോൺ എടുത്തുകൊണ്ടാണ് ഈ ഒരു ബോർഡോനെ മേടിച്ചത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വലിയ കടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അഫ്കോഴ്സ് ഇവർ ബിസിനസ്സുകാരാണ്, ഇവർക്ക് വേറെ ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ ഒരു ടീമിനെ നശിപ്പിച്ചുകൊണ്ട് ആ ഒരു ടീമിനെ കടമാക്കി ബാങ്ക്രപ്റ്റ്സ് ആക്കിയതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവസാനം എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുന്നത് അവരുടെ ആ ഒരു ലോയൽ ഫാൻസിന് മാത്രമാണ്. എന്തായാലും ബോർഡോ തിരിച്ചു വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവരിപ്പോൾ ഒറ്റയ്ക്കാണ്. ആരും തന്നെ അവർക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നുമില്ല.
ഉള്ള ഓണറാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോപ്പസ് തൊട്ടടുത്തെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി തന്നെയാണ് ഇപ്പം നിലവിലും ബോർണോന് ഓണർ. ആ ടീമിൽ എന്തെങ്കിലും പുള്ളി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവരുടെ ആ ഒരു പ്രതീക്ഷ ഗേറ്റ് റിസീവ്സും അതുപോലെ തന്നെ യൂത്ത് അക്കാഡമിയും മാത്രമാണ്. എന്തായാലും വളരെ റിച്ച് ഹിസ്റ്ററിയുള്ള ടീമാണ്. വലിയ വലിയ ലെജൻസുകൾ, ഫ്രാൻസിനെ തന്നെ പ്രതിനിധീകരിക്കുന്ന വലിയ ലെജൻസ് കളിച്ചിട്ടുള്ളൊരു ടീമാണ്. അവർക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാലും ഈ അടുത്തൊന്നും എന്തായാലും ഉണ്ടാകില്ല. 4ാം ഡിവിഷനിലാണ് കിടക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും എന്തായാലും വരില്ല. അപ്പോൾ ഫ്രാൻസിൽ ബോർണോന്റെ കേസ് മാത്രമല്ല, ഇതുപോലെ കുറേ ടീമുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഗുഡ് ബൈ.